ഗൈസ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എൻ്റെ വീട്ടിൽ കുഞ്ഞു കുഞ്ഞു ചെടികൾ കാണാം കേട്ടോ. അതാ പേര കണ്ടില്ലേ, നിറയെ കായുണ്ട് കേട്ടോ. പിന്നെ അതാ ഒരു മാവ് നിൽപ്പുണ്ട്, ഇതുവരെ കായ്ച്ചിട്ടില്ല, ഉടനെ കായ്ക്കുമായിരിക്കുന്നു പ്രതീക്ഷിക്കുന്നു കേട്ടോ. പിന്നെ ഈ ചീനിയിൽ നിന്ന് ഒരുപാട് മുളക് കിട്ടാറുണ്ട്. നമ്മളതുകൊണ്ട് കടയിൽ നിന്ന് വാങ്ങുന്ന മുളകിൻ്റെ അളവൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇടയിലൊരു ചെമ്പകം ദാ പൊട്ടി മുളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്ന റംബൂട്ടാനാണ്, ഇതെപ്പോൾ കായ്ക്കുന്നോർത്ത് നമ്മൾ കട്ട വെയിറ്റിംഗ് ആണ് കേട്ടോ. പിന്നെ ഈ പൂവിൻ്റെ ചെടി കണ്ടില്ലേ, കാര്യം നല്ല ഭംഗിയാണ് കേട്ടോ, നിറഞ്ഞു നിൽക്കുന്നത് കാണാനായിട്ട്. ഒരു തണ്ട് കൊണ്ടുവച്ചത് ഇപ്പോൾ കാട് പോലെ പടർന്ന് പന്തലിച്ച് അതിനടിയിലുള്ള ചെടികളൊക്കെ മറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കതൊന്ന് ക്ലീൻ ചെയ്തൊക്കെ എടുക്കണം. പിന്നെ ഈ സൈഡിലായിട്ട് കുറച്ച് വെണ്ട, അതേപോലെ തന്നെ കുറച്ച് ബുഷ് ചെടികൾ, കറിവേപ്പില, ചെമ്പരത്തി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ ഇത് കസ്റ്റാർഡ് ആപ്പിളിൻ്റെ ആണ്. ഞങ്ങളിവിടെ ആത്തച്ചക്ക എന്നൊക്കെ പറയും, നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുന്നതെന്ന് കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ബാക്കിലായിട്ട് വാഴ വെച്ചിട്ടുണ്ട്, ചേന, ചേമ്പ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ദൈ നിൽക്കുന്ന ഒരു പ്ലാവ്, ഇത് കായ്ക്കാറായിട്ടുണ്ടെന്ന് തോന്നിപ്പോൾ ഒരു 3-4 വർഷമായി നട്ടിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് ഞങ്ങളൊരു റംബൂട്ടാൻ വെച്ചിട്ടുണ്ട്, അത് നാടൻ റംബൂട്ടാനാണ് കേട്ടോ. എത്ര നാളത് അവിടെ നിർത്തുമെന്ന് നമുക്കറിയില്ല, കാരണം ഇതിൻ്റെ വേര് ഒരുപാട് ഇറങ്ങിപ്പോകാതെ നോക്കണമല്ലോ. പിന്നെ കുടമ്പുളി നട്ടിട്ടുണ്ട്, നമുക്ക് ഏറ്റവും അത്യാവശ്യമാണല്ലോ. ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ കുടമ്പുളി ഇട്ടാണ് മീൻകറി വെക്കാറ് കേട്ടോ. ഇത് ആദ്യമായിട്ടാണ് ഇപ്പോൾ കായ്ക്കുന്നത്. പിന്നെ ഇപ്പുറത്തെ സൈഡിൽ കുഞ്ഞു കുഞ്ഞു കൃഷികളാണ് കേട്ടോ. ആ ഭൃംഗരാജ ഉണ്ടല്ലോ, കയ്യൂന്നി എന്ന് പറയും. ഞാൻ എറണാകുളത്തു നിന്നൊരു ചെടി കൊണ്ട് നട്ടതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ വിത്ത് ഇട്ടിട്ട് വീടിൻ്റെ പരിസരത്തെല്ലാം ഇപ്പോൾ അതുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ കറ്റാർവാഴ, ചീര, അതേപോലെ തക്കാളി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് വളർന്നു കഴിയുമ്പോൾ മാറ്റി നടും കേട്ടോ. അപ്പോൾ വേറെ വീഡിയോ ആയി കാണാം.